നോർവേ ചെസ്സിലെ 7 റൗണ്ടുകൾ പൂർത്തിയായിരിക്കുകയാണ്. 7ാം റൗണ്ടിൽ മാഗ്നസ് കാൾസനും ഹിക്കാരു നക്കാമോറയും തമ്മിൽ നടന്ന ക്ലാസിക്കൽ ഗെയിം സമനിലയിലായതോടെ വീണ്ടും ഒരു ടൈ ബ്രേക്കിലേക്ക് പോവുകയായിരുന്നു. ഇത്തവണ കാൾസൺ വൈറ്റ് സൈഡും നാക്കാമോറ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. ഈ ടൈ ബ്രേക്കും ആർമാഗഡൺ ഫോർമാറ്റ് ആണ്. ഈ ഗെയിം വിജയിക്കാൻ ബ്ലാക്കിന് ഒരു സമനില മാത്രം മതിയാകും. എന്നാൽ വൈറ്റിന് ഗെയിം വിജയിക്കുക തന്നെ വേണം. അതുകൊണ്ട് തന്നെ വൈറ്റിന് 10 മിനിറ്റും ബ്ലാക്കിന് 7 മിനിറ്റും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. വൈറ്റ് D4 മൂവ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് D5 മൂവ് ചെയ്യുന്നു. വൈറ്റ് C4 മൂവ് കൊണ്ട് ക്വീൻസ് ഗാംബിറ്റ് സെലക്ട് ചെയ്യുന്നു. ബ്ലാക്ക് C6 മൂവ് ചെയ്യുന്നു. സ്ലാവ് ഡിഫൻസ് ആണ്. വൈറ്റിന് വേണമെങ്കിൽ ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടുകൊണ്ട് എക്സ്ചേഞ്ച് വേരിയേഷനിലേക്ക് പോകാം. എന്നാൽ വൈറ്റ് ഇവിടെ നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് മോഡേൺ ലൈൻ സെലക്ട് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് അടുത്ത നൈറ്റിനെ C3ലേക്ക് ഡെവലപ്പ് ചെയ്ത ശേഷം ബ്ലാക്ക് ആ ഗാംബിറ്റ് അക്സെപ്റ്റ് ചെയ്യാണ് പോൺ ഉപയോഗിച്ച് പോൺ എടുക്കുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റ് E3 ചെയ്തുകൊണ്ട് ആ പോണിനെതിരെ ഡിസ്കവർ ഡാറ്റ കൊടുക്കുകയാണെങ്കിൽ ബ്ലാക്കിന് B5 ചെയ്തുകൊണ്ട് ആ പോൺ സപ്പോർട്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് ആദ്യം A4 ചെയ്തുകൊണ്ട് B5 സ്ക്വയർ കൺട്രോൾ ചെയ്ത ശേഷം E3 ചെയ്തുകൊണ്ട് പോണിനെതിരെ ഡിസ്കവർ ഡാറ്റ കൊടുക്കുന്നതാണ് മെയിൻ മൂവ്. എന്നാൽ കാൾസൺ ഇവിടെ ഈ നഷ്ടപ്പെട്ട പോണിനെ തിരിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. പകരം വേഗം കിങ്സിലേക്ക് കാസ്ലിംഗ് ശ്രമിക്കുകയാണ്. അതിനായിട്ട് G3 ചെയ്തുകൊണ്ട് ഈ G2 സ്ക്വയർ ഫ്രീ ആക്കുന്നു. ഇവിടെ ബ്ലാക്ക് വേഗം B5 ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. വൈറ്റ് ബിഷപ്പിനെ G2ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്കും E6 ചെയ്തുകൊണ്ട് ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. വൈറ്റ് കിങ്സിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്കും ഈ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ കാസ്ലിംഗ് ശ്രമിക്കുകയാണെങ്കിൽ വൈറ്റിന് നൈറ്റിനെ E5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് C6 പോണിനെതിരെ 2 പീസിൽ വെച്ച് അറ്റാക്ക് കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഈ ഡാർക്ക് സ്ക്വയർ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുന്നില്ല. പകരം അടുത്ത ബിഷപ്പിനെ B7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് C6 പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. എന്നാൽ കാൾസൺ അതേ അറ്റാക്ക് തന്നെ മറ്റൊരു രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ E5ലേക്ക് തന്നെ മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. ഇനി അടുത്ത മൂവിൽ നൈറ്റ് വെച്ച് ഈ B5 പോൺ എടുക്കുകയാണ് വൈറ്റിന്റെ ഉദ്ദേശം. ഈ പോൺ പിന്നിങ്ങിലാതെ കാരണം പോൺ വെച്ച് നൈറ്റിന് ഇട്ടാൻ പറ്റില്ല. അങ്ങനെ വെട്ടാണെങ്കിൽ അടുത്ത ബിഷപ്പ് കൂടെ നഷ്ടപ്പെടുകയും റൂക്കിനെതിരെ അറ്റാക്ക് വരികയും ചെയ്യും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോഴും അടുത്ത ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുന്നില്ല. പകരം ക്വീനെ C8ലേക്ക് കൊണ്ടുവന്ന് ബിഷപ്പിനെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. വൈറ്റ് B3 ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടാണെങ്കിൽ പോൺ വെച്ച് തിരിച്ചോട്ടിക്കൊണ്ട് ഈ റൂക്കിന്റെ ഫയൽ ഓപ്പൺ ചെയ്യുകയാണ് വൈറ്റിന്റെ ഉദ്ദേശം. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ അങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം B4 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് നൈറ്റിനെ A4ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ ബ്ലാക്കിന് ഇവിടെ ഒരു പാസ്ഡ് പോൺ ക്രിയേറ്റ് ചെയ്യാൻ അവസരം കിട്ടിയിരിക്കുകയാണ്. ബ്ലാക്ക് അതിലേക്ക് തന്നെ പോവുകയാണ്. C3 ചെയ്തുകൊണ്ട് ഒരു പാസ്ഡ് പോൺ ക്രിയേറ്റ് ചെയ്യുന്നു. കാൾസൺ വേഗം തന്നെ ഈ പാസ്ഡ് പോണിനെ ഇവിടുന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം A3 ചെയ്തുകൊണ്ട് ഈ ബാക്ക്വേർഡ് പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ അങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം നൈറ്റിനെ D7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ആ നൈറ്റിന് ഇപ്പോൾ പോണിന്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് കാൾസൺ ഇവിടെ പോണുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ്. പോൺ വെച്ച് പോണോട്ടുന്നു. ബ്ലാക്ക് ബിഷപ്പ് വെച്ച് തിരിച്ചോട്ടിക്കൊണ്ട് പാസ്ഡ് പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. കാൾസൺ വേഗം ആ ബിഷപ്പിനെ കൂടെ അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ A3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു ബിഷപ്പ് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ഇവിടെയും ഈ ബിഷപ്പ് എക്സ്ചേഞ്ചിന് ശേഷം ആ പാസ്ഡ് പോണിനെ അവിടെ നിന്ന് ഒഴിവാക്കുക എന്ന് തന്നെയാണ് വൈറ്റിന്റെ ഉദ്ദേശം. ബ്ലാക്ക് ഇപ്പോൾ ഈ എക്സ്ചേഞ്ചിലേക്ക് പോകാതെ ഈ പോണിലുള്ള സപ്പോർട്ട് നിലനിർത്തിക്കൊണ്ട് ബിഷപ്പിനെ A5ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ വൈറ്റിനെ നൈറ്റ് വെച്ച് ആ ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കാം. അപ്പോഴെന്തായാലും ബിഷപ്പിനെ എങ്ങോട്ടെങ്കിലും മാറേണ്ടി വരും. അതിനുശേഷം ഈ പാസ്ഡ് പോണിനെ വെട്ടിയെടുക്കാം. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ A5 കൊണ്ട് ആ ബിഷപ്പിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇപ്പോൾ വൈറ്റ് എക്സ്ചേഞ്ചിലേക്ക് പോകുകയാണെങ്കിൽ ബ്ലാക്കിന് പോൺ വെച്ച് പോണിട്ടുകൊണ്ട് തന്നെ ഈ പാസ്ഡ് പോണിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും. എന്നാൽ ഈ പാസ്ഡ് പോണിനെ ഇവിടുന്ന് ഒഴിവാക്കാൻ കാൾസൺ മറ്റൊരു മാർഗം കണ്ടെത്തിയാണ്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. കാൾസൺ 3 മിനിറ്റോളം ചിലവഴിച്ച ശേഷമാണ് അടുത്ത മൂവ് ചെയ്യുന്നത്. അടുത്ത മൂവിൽ തന്നെ നൈറ്റ് വെച്ച് C3 പോൺ എടുത്തുകൊണ്ട് ആ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇവിടെ വൈറ്റിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നോക്കാം. വൈറ്റിന് ഇപ്പോൾ തന്നെ ആ പാസ്ഡ് പോണിനെ കിട്ടിയിട്ടുണ്ട്. ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് വെച്ച് നൈറ്റിനൊട്ടിക്കൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ റൂക്കിനെ അറ്റാക്കിലൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. പകരം E5 നൈറ്റിനെ C4ലേക്ക് കൊണ്ടുവന്നാൽ മതി. ഈ ഡയഗണലിലേക്ക് ബിഷപ്പിന് കൺട്രോൾ ഉള്ളതുകൊണ്ട് ഇപ്പോൾ കാസ്ലിംഗ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ബിഷപ്പ് വെച്ച് റൂക്കിനെ എടുക്കുകയാണെങ്കിൽ ഒരു ഫോർക്കും ചെക്ക് കൊടുത്തുകൊണ്ട് ക്വീനെ നേടിയെടുക്കാം. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ക്വീനെ അഡ്വാൻസ് ആയിട്ട് എങ്ങോട്ടെങ്കിലും മാറ്റിയാലും വൈറ്റിന് ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നൈറ്റ് വെച്ച് ചെക്ക് കൊടുത്തുകൊണ്ട് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ചെക്ക് വരുമ്പോൾ ഈ ബിഷപ്പ് ഇവിടെ ഉള്ളതുകൊണ്ട് കിങ്ങിന് D8ലേക്ക് തന്നെ മാറേണ്ടി വരും. ആ സമയത്ത് വീണ്ടും ഒരു ഫോർക്കും ചെക്ക് കൊടുത്തുകൊണ്ട് അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യാം.
അല്ലെങ്കിൽ ഈ ബിഷപ്പ് വെച്ച് ക്വീനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. ഇവിടെ ഇപ്പോൾ ക്വീൻ അറ്റാക്കിൽ നിന്നും എങ്ങോട്ട് തന്നെ മാറിയാലും അടുത്ത മൂവിൽ റൂക്ക് വെച്ച് ഈ ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കാം. ഇപ്പോൾ ബിഷപ്പിന് സേഫായിട്ട് പോകാൻ അധികം സ്ക്വയറുകളൊന്നുമില്ല. ഇപ്പോൾ ബിഷപ്പിനെ B4ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ബിഷപ്പുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം. അതിനുശേഷം ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് കൊടുത്തുകൊണ്ട് ഈ B7ലെ ബിഷപ്പിനെ കൂടെ നേടിയെടുക്കാനും ബ്ലാക്കിനെ കാസിലും ചെയ്യുന്നതിൽ നിന്ന് തടയാനും വൈറ്റിന് സാധിക്കും. ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആദ്യം കാസിലും ചെയ്തുകൊണ്ട് കിങ്ങിനെ സേഫ് ആക്കുന്നു. ഈ സമയത്ത് വൈറ്റിൻ്റെ എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. ആദ്യം ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ വെട്ടുന്നു, ബ്ലാക്ക് പോണ വെച്ച് തിരിച്ചു വെട്ടുന്നു. അതിനുശേഷം നൈറ്റ് വെച്ച് നൈറ്റിനെ എടുത്തുകൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു, ബ്ലാക്ക് നൈറ്റ് വെച്ച് തന്നെ തിരിച്ചു വെട്ടുന്നു. അതിനുശേഷം ഈ അറ്റാക്കുള്ള നൈറ്റിനെ A4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് റൂക്കിൻ്റെ ഫയൽ ക്ലോസ് ചെയ്യുന്നു. ഇതോടെ ഇവിടെ ഒരു പിൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ബ്ലാക്ക് ആ നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം ബിഷപ്പിനെ A6ലേക്ക് മൂവ് ചെയ്യുന്നു, വൈറ്റ് ക്വീനെ D2ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് B4ലെ പോണെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ഈ പോണിനെ സംരക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പകരം ബിഷപ്പിനെ B5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊടുക്കുന്നു. ഇപ്പോൾ ഈ B4ലെ പോണിന് സപ്പോർട്ടില്ലെന്ന് എഴുതി വൈറ്റ് ക്വീന് വെച്ച് ആ പോണിനെ എടുക്കുകയാണെങ്കിൽ ക്വീന് വെച്ച് വൈറ്റിൻ്റെ E2ലെ പോണിനുള്ള സപ്പോർട്ടും നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ആ പോണിനെ എടുത്തുകൊണ്ട് വൈറ്റിൻ്റെ റൂക്കിനെ തിരിച്ചറ്റാക്കാൻ ബ്ലാക്കിന് അവസരം കിട്ടും. കാൾസൺ ഒരു അറ്റാക്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ പ്രശ്നം പരിഹരിക്കുകയാണ്. അതിനായിട്ട് ആദ്യം റൂക്കിനെ C1ലേക്ക് കൊണ്ടുവരുന്നു, ബ്ലാക്ക് റൂക്കിനെ A6ലേക്ക് മൂവ് ചെയ്യുന്നു. അതിനുശേഷം E3 ചെയ്തുകൊണ്ട് ആ പോണിനെ അവിടെ നിന്ന് ഒഴിവാക്കുന്നു. ബ്ലാക്ക് ക്വീനെ A8ലേക്ക് കൊണ്ടുവന്ന് നൈറ്റിനെതിരെയുള്ള അറ്റാക്ക് സ്ട്രോങ് ആക്കുന്നു. ക്വീൻ കൂടെ ഈ A5ലേക്ക് വന്നതോടെ വൈറ്റിന് ഈ നൈറ്റിനെ എങ്ങോട്ടേക്കും മോചിക്കാൻ കഴിയില്ല. വൈറ്റ് ഇവിടെ ആ പോൺ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. ക്വീൻ വെച്ച് B4ലെ പോൺ എടുത്തുകൊണ്ട് നൈറ്റിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇതോടെ ബ്ലാക്ക് ഈ നൈറ്റിനെതിരെയുള്ള അറ്റാക്ക് സ്ട്രോങ് ആക്കുകയാണ്. നൈറ്റിനെ B6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ഇതോടെ ആ നൈറ്റിനെതിരെ 4 പീസുകളുടെ അറ്റാക്ക് വന്നിട്ടുണ്ട്. വൈറ്റ് ഇപ്പോൾ നൈറ്റ് വെച്ച് നൈറ്റിനോട്ട് കൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണെങ്കിൽ ബ്ലാക്കിന് ക്വീനെ അറ്റാക്കിൽ നിന്ന് മാറ്റേണ്ട ആവശ്യമില്ല. പകരം റൂക്ക് വെച്ച് റൂക്കിനിട്ട് എടുത്തുകൊണ്ട് ആ ക്വീനെ സാക്രിഫൈസ് ചെയ്യാം. ഇപ്പോൾ വൈറ്റിൻ്റെ റൂക്കിനെതിരെ അറ്റാക്ക് വന്നിട്ടുണ്ട്. വൈറ്റ് എന്തായാലും റൂക്ക് വെച്ച് റൂക്കിനിട്ടാണെങ്കിൽ ക്വീന് വെച്ച് തിരിച്ചോട്ടാം. അല്ലാതെ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ റൂക്ക് വെച്ച് റൂക്കിനിട്ടുകൊണ്ട് ചെക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ബിഷപ്പ് വെച്ച് തന്നെ ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ആ സമയത്ത് റൂക്ക് വെച്ച് ബിഷപ്പിനെ വെട്ടി വീണ്ടും ചെക്ക് വരും. കിങ് ചെക്കിൽ നിന്ന് മാറുമ്പോൾ റൂക്ക് വെച്ച് ആ നൈറ്റിനെ കൂടെ വെട്ടിയെടുക്കാം. ഇതോടെ എൻഡ് ഗെയിമിൽ ക്വീനെതിരെ ബ്ലാക്കിന് 2 റൂക്കുകളും ഒരു ബിഷപ്പും ഉണ്ടാകും. ഇങ്ങനെ എക്സ്ട്രാ പീസിൻ്റെ അഡ്വാൻറ്റേജ് ഉപയോഗിച്ച് ബ്ലാക്കിന് ഗെയിം വിജയിക്കാൻ കഴിയും. അല്ലാതെ ഇവിടെ ഇപ്പോൾ നൈറ്റ് വെച്ച് നൈറ്റ് ഔട്ടാതെ വേറെ എന്തെങ്കിലുമാണ് മൂവ് ചെയ്യുന്നതെങ്കിലും, ഉദാഹരണത്തിന് ഈ കിങ്ങിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കുന്നതിനായിട്ട് H3 മൂവ് ചെയ്താലും ബ്ലാക്ക് ഉറപ്പായിട്ടും ഈ നൈറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യും. പോൺ വെച്ച് തിരിച്ചൊട്ടിയാലും റൂക്ക് വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് ക്വീനെതിരെയും റൂക്കിനെതിരെയും അറ്റാക്ക് കൊടുക്കാൻ കഴിയും. ഇപ്പോൾ റൂക്ക് വെച്ച് റൂക്കിനിട്ടാലും ക്വീന് വെച്ച് തന്നെ തിരിച്ചു വെട്ടാം. വീണ്ടും ഇങ്ങനെ ഒരു എക്സ്ചേഞ്ച് നടന്നാലും എൻഡ് ഗെയിമിൽ 2 പേർക്കും ഒരേ സാധ്യതകളാണുള്ളത്. ബ്ലാക്കിന് ഈ ഗെയിം ഒരു സമനിലയാക്കിയാൽ പോലും വിജയിക്കാം എന്നുള്ളത് കൊണ്ടാണ് ഹിക്കാരു ഇങ്ങനെ ഒരു കൂട്ട എക്സ്ചേഞ്ചിനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ കാൾസൺ ഇപ്പോൾ അങ്ങനെ ഒരു എക്സ്ചേഞ്ചിന് അനുവദിക്കുന്നില്ല. കാൾസന്റെ ഭാഗത്തുനിന്നും വീണ്ടും മികച്ചൊരു മൂവ് വരെയാണ്. റൂക്കിനെ C5ലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ ബ്ലാക്ക് നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ നൈറ്റ് വെച്ച് നൈറ്റിനോട് എടുക്കുകയാണെങ്കിൽ പോൺ വെച്ച് തിരിച്ചോട്ടേണ്ട ആവശ്യമില്ല. പകരം റൂക്ക് വെച്ച് ഈ ബിഷപ്പിനെ ഇട്ടെടുത്താൽ മതി. ഈ പോൺ ബിഷപ്പിൻ്റെ പിന്നിങ്ങിലാതെ കാരണം ബ്ലാക്കിന് പോൺ വെച്ച് തിരിച്ചോട്ടാൻ പറ്റില്ല. എന്നാൽ ഇവിടെ നൈറ്റ് വെച്ച് നൈറ്റിനോട്ടതിന് പകരം ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ടാൽ എന്ത് സംഭവിക്കും നോക്കാം. അങ്ങനെയാണെങ്കിലും ഇപ്പോൾ റൂക്ക് വെച്ച് ഇടേണ്ട ആവശ്യമില്ല, പോൺ വെച്ച് തിരിച്ചോട്ടിയാൽ മതി. ഇപ്പോഴും നൈറ്റ് വെച്ച് പോണിട്ടുകൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോഴും ക്വീനെതിരെ അറ്റാക്ക് ഇല്ലാത്തതുകൊണ്ട് ഫോഴ്സ് മൂവ് അല്ല, ആ റൂക്കിനെ മാത്രം അറ്റാക്കിൽ നിന്ന് മാറ്റിയാൽ മതി. അല്ലാതെ പോൺ വെച്ച് ബിഷപ്പിനെ വെട്ടുമ്പോൾ റൂക്ക് വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് ക്വീനെയും റൂക്കിനെയും ഫോർക്ക് ചെയ്യുകയാണെങ്കിൽ വൈറ്റിനെ റൂക്ക് വെച്ച് റൂക്കിനെ വെട്ടാം. ഇപ്പോൾ ക്വീന് വെച്ച് തിരിച്ചോട്ടുകയാണെങ്കിൽ ക്വീന് വെച്ച് നൈറ്റിനോട്ട് എടുക്കാം. അല്ലാതെ ആദ്യം തന്നെ നൈറ്റ് വെച്ച് റൂക്കിനോട്ട് എടുക്കുകയാണെങ്കിൽ റൂക്ക് വെച്ച് ഇങ്ങനൊരു ഫോർക്ക് കൊടുത്തുകൊണ്ട് ആ നൈറ്റിനെ കൂടെ നേടിയെടുക്കാനും പിന്നീട് വൈറ്റിന് ഗെയിം വിജയിക്കാനും കഴിയും. ഇങ്ങനെ പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ നൈറ്റ് വെച്ചോ ബിഷപ്പ് വെച്ചോ ആ നൈറ്റിനോട്ട് എടുക്കുന്നില്ല. പകരം നൈറ്റിനെ D5ലേക്ക് പോയതുകൊണ്ട് ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നതോടൊപ്പം ക്വീനെതിരെ അറ്റാക്കും കൊടുക്കുന്നു. ഇവിടെ വൈറ്റ് എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ടുന്നു, ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചോട്ടുന്നു. അതിനുശേഷം റൂക്കിനെ C1ലേക്ക് കൊണ്ടുവരുന്നു.
ഈ സമയത്ത് ബ്ലാക്ക് H5 മൂവ് ചെയ്യുന്നു. വൈറ്റ് H4 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് അടുത്ത റൂക്കിനെ E8ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് ക്വീനെ C3ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്കും ക്വീനെ C8ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ C5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഒരു റൂക്ക് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. റൂക്ക് വെച്ച് റൂക്കിനോട്ടുന്നു. വൈറ്റ് റൂക്ക് വെച്ച് തിരിച്ചോട്ടുന്നു. ഇവിടെ നാക്കാമുറ വൈറ്റിൻ്റെ കിങ്സിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്ക് പ്ലാൻ ചെയ്യാണ്. അതിനായിട്ട് ആദ്യം G5 മുതലുകൊണ്ട് ഒരു പോണിനെ സാക്രിഫൈസ് ചെയ്യുന്നു. കാൾസൺ അത് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ വെച്ച് പോൺ എടുക്കുന്നു. ഇവിടെ ബ്ലാക്ക് അടുത്തൊരു സാക്രിഫൈസ് ചെയ്യാണ്. H4 മൂവ് ചെയ്തുകൊണ്ട് അടുത്ത പോണിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. വൈറ്റ് ഇതുകൂടെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വളരെ വേഗത്തിൽ ഒരു ചെക്ക്മേറ്റിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് കാൾസൺ ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം E4 മൂവ് ചെയ്യുന്നു. ഇവിടെ ഈ പോൺ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്താൽ എന്താണ് പ്രശ്നം എന്ന് നോക്കാം. ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടായിരുന്നെങ്കിൽ ബ്ലാക്കിന് ക്വീനെ G4ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു ചെക്ക് കൊടുക്കാം. ഈ ഡയഗണലിലേക്ക് ബിഷപ്പിന് കൺട്രോൾ ഉള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ H1ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ H2ലേക്ക് മൂവ് ചെയ്യാം. എങ്ങോട്ട് തന്നെ മൂവ് ചെയ്താലും ബ്ലാക്കിൻ്റെ മൂവുകൾ സെയിം ആണ്. ഇപ്പോൾ H2ലേക്ക് മൂവ് ചെയ്താലും ക്വീൻ വെച്ച് H4ൽ പോണിട്ട് എടുത്തുകൊണ്ട് ചെക്ക് വരും. ഇപ്പോഴും G1ലേക്കോ G2ലേക്കോ മാറേണ്ടി വരും. എങ്ങോട്ട് തന്നെ മാറിയാലും ക്വീൻ വെച്ച് വീണ്ടും ചെക്ക് വരും. അപ്പോഴും നേരത്തെ പോലെ ഈ H5ലെ ഏതെങ്കിലും സ്കോറിലേക്ക് മാത്രമേ മാറാൻ കഴിയുള്ളൂ. ഇനി അടുത്ത മൂവിൽ കിങ്ങിനെ G7ലേക്ക് മാറ്റിക്കൊണ്ട് റൂക്ക് വെച്ച് ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക്മേറ്റ് ആണ്. എന്നാൽ ഇപ്പോൾ തന്നെ കിങ്ങിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ ചെറിയൊരു ഡിഫൻസ് ഉണ്ട്. അതായത് ഈ നൈറ്റ് വെച്ച് ചെക്ക് കൊടുത്തുകൊണ്ട് ഈ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യാം. ഇപ്പോൾ ക്വീൻ വെച്ച് ആ നൈറ്റിനോട് എടുക്കുകയാണെങ്കിൽ ക്വീനിന് ഇവിടേക്കുള്ള കൺട്രോൾ നഷ്ടപ്പെടും. റൂക്ക് വെച്ചാണ് കിട്ടുന്നതെങ്കിൽ വൈറ്റിനെ E4 മൂവ് ചെയ്തുകൊണ്ട് ഈ തേർഡ് റാങ്ക് ഓപ്പൺ ചെയ്യാനും ഒരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യാനും അവസരം കിട്ടും. ഈ പോണോട് ഉള്ളതുകൊണ്ട് റൂക്ക് വെച്ച് ചെക്ക് കൊടുക്കാൻ പറ്റില്ല. അല്ലാതെ ഇപ്പോൾ പോൺ വെച്ച് നൈറ്റിനോട്ട് എടുക്കുകയാണെങ്കിൽ ഈ 7th റാങ്ക് ഓപ്പൺ ആവും. അതുകൊണ്ട് തന്നെ റൂക്ക് വെച്ച് ചെക്ക് കൊടുക്കാനും പിന്നീട് ക്വീനെ കൂടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഒരു കൗണ്ടർ അറ്റാക്കിനും അവസരം കിട്ടാം. എന്നാൽ ഈ റൂക്കിനെ A5ൽ നിന്നും ഡിഫ്ലക്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ബ്ലാക്കിന് ഈ ഗെയിം വേഗം വിജയിക്കാൻ കഴിയും. അതിനായിട്ട് ഇവിടെ വളരെ മികച്ചൊരു ഓപ്ഷനുണ്ട്. അതായത് ഇപ്പോൾ കിങ്ങിനെ G7ലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് ബിഷപ്പിനെ F1ലേക്ക് കൊണ്ടുവന്ന് ആ ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്താൽ മതി. വൈറ്റ് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അടുത്ത മൂവിൽ തന്നെ ചെക്ക്മേറ്റ് ആവും. അതുകൊണ്ട് ഇത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അതിനുശേഷം കിങ്ങിനെ G7ലേക്ക് കൊണ്ടുവരാം. ഇവിടെ ഇപ്പോൾ നൈറ്റ് വെച്ച് ചെക്ക് വന്നാലും പ്രശ്നമില്ല. പോൺ വെച്ച് വെട്ടിമാറ്റാം. റൂക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനൊരു ചെക്കിനുള്ള സാധ്യതയില്ല. ഇനിയിപ്പോൾ E4 കൊണ്ട് ഈ തേർഡ് റാങ്ക് ഓപ്പൺ ചെയ്താലും വലിയ ഉപയോഗമൊന്നും കിട്ടാൻ പോകുന്നില്ല. അടുത്ത മൂവിൽ റൂക്ക് വെച്ച് ചെക്ക് വരുമ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല. ക്വീൻ വെച്ച് തന്നെ ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ആ സമയത്ത് റൂക്ക് വെച്ച് ക്വീനോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇങ്ങനെ വളരെ വലിയൊരു അറ്റാക്കിന് വേണ്ടിയാണ് ബ്ലാക്ക് ഇപ്പോൾ ഒരു പോണിനെ കൂടെ സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ബ്ലാക്കിൻ്റെ പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വൈറ്റും കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം E4 മൂവ് ചെയ്തുകൊണ്ട് ലാഭം കിട്ടിയ പോണിനെ തിരിച്ചു കൊടുക്കുന്നതോടൊപ്പം തേർഡ് റാങ്കും ഓപ്പൺ ചെയ്യുന്നു. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ വെച്ച് പോണോട്ടുന്നു. വൈറ്റ് അടുത്ത റൂക്കിനെ E1ലേക്ക് കൊണ്ടുവന്ന് ആ പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ആ പോണിനെതിരെ 2 അറ്റാക്ക് ആയിട്ടുണ്ട്. ബ്ലാക്ക് ക്വീനെ കൂടെ G4ലേക്ക് കൊണ്ടുവന്ന് ആ പോണ് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. വൈറ്റ് ക്വീനെ കൂടെ E3ലേക്ക് കൊണ്ടുവന്ന് ആ പോണിനെതിരെ ഒരറ്റാക്ക് കൂടെ കൊടുക്കുന്നു. ഈ സമയത്ത് ബ്ലാക്ക് പോണുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ആണ്. പോൺ വെച്ച് പോണോട്ടുന്നു. വൈറ്റ് പോൺ വെച്ച് തിരിച്ചോട്ടുന്നു. ഇവിടെ ബ്ലാക്ക് നേരത്തെ പ്ലാൻ ചെയ്ത പോലെ ഈ റൂക്കിനെ കൂടെ അറ്റാക്കിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് കിങ്ങിനെ G7ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റും അഡ്വാൻസ് ആയിട്ട് കിങ്ങിനെ മൂവ് ചെയ്തുകൊണ്ട് G3ലെ പോണൊരു സപ്പോർട്ട് എടുക്കുന്നു. ബ്ലാക്ക് റൂക്കിനെ H8ലേക്ക് കൊണ്ടുവരുന്നു. ഇതോടെ ബ്ലാക്കിൻ്റെ അറ്റാക്ക് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. ബ്ലാക്കിൻ്റെ ഈ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യുന്നതായിട്ട് ഇപ്പോൾ തന്നെ റൂക്കിനെ H1ലേക്ക് കൊണ്ടുവരുന്നത് നല്ല മൂവല്ല. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ബ്ലാക്കിന് ഇപ്പോൾ റൂക്കുകൾ തമ്മിൽ എക്സ്ചേഞ്ചിൻ്റെ ആവശ്യമില്ല. ആദ്യം ക്വീനെ F3ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു ഫോർക്ക് ചെക്ക് കൊടുത്തുകൊണ്ട് ക്വീൻ എക്സ്ചേഞ്ചിന് ഫോഴ്സ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്തായാലും ക്വീനുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇപ്പോൾ വൈറ്റ് കിങ് വെച്ച് പോണിടുകയാണെങ്കിൽ ബ്ലാക്കിന് റൂക്ക് വെച്ച് റൂക്കിനിട്ട് എടുക്കാം. അല്ലാതെ ഈ റൂക്കിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കിങ്ങിനെ G1ലേക്ക് കൊണ്ടുവന്നാലും ആദ്യം റൂക്കുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം. അതിനുശേഷം F2 മൂവ് ചെയ്യാം. ഇനി എന്തായാലും വൈറ്റിന് ഈ പോൺ പ്രൊമോഷൻ തടയാൻ കഴിയില്ല. F1 സ്കോറിലേക്ക് ബിഷപ്പിനും കൺട്രോളുണ്ട്. ഇനി ബ്ലാക്കിന് ഈ ഗെയിം വളരെ ഈസിയായിട്ട് വിജയിക്കാൻ കഴിയും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ഈ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പകരം ക്വീൻ വെച്ച് ഈ പാസ്ഡ് പോണിനെ വെട്ടിയെടുത്തുകൊണ്ട് ഒരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു.
നിലവിൽ ഇപ്പോഴും രണ്ടുപേർക്കും ഏകദേശം തുല്യ സാധ്യതകൾ തന്നെയാണ് ഉള്ളത്. ബ്ലാക്കിന് ഇപ്പോൾ വേണമെങ്കിൽ ഈ ക്വീൻ വെച്ച് G5 പോൺ എടുക്കാനും പിന്നീട് ഒരു സമനിലയ്ക്ക് വേണമെങ്കിലും ശ്രമിക്കാം. ബ്ലാക്കിന് ജയിക്കാൻ ഒരു സമനില മാത്രം മതിയാകും. എന്നാൽ നാക്കാമോറ ഇവിടെ ഈ ഗെയിം വിജയിക്കാൻ തന്നെ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ക്വീനെ H5ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റ് വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പോൾ കിങ്ങിനെ G1ലേക്ക് തിരിച്ചു കൊണ്ടുപോകണമെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. കാൾസൺ ഇവിടെ വളരെ കൃത്യമായിട്ടുള്ള മൂവ് തന്നെയാണ് ചെയ്യുന്നത്. കിങ്ങിനെ F3ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ വൈറ്റിൻ്റെ കിങ്ങും ക്വീനും ഒരേ ഡയഗണിലേക്ക് വന്നിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്താനായിട്ട് ബ്ലാക്ക് അടുത്ത പീസിനെ കൂടെ കൊണ്ടുവരികയാണ്. ബിഷപ്പിനെ F1ലേക്ക് കൊണ്ടുവരുന്നു. അടുത്ത മൂവിൽ ബിഷപ്പ് വെച്ച് ചെക്ക് കൊടുത്തുകൊണ്ട് ക്വീനെ നേരിടുകയാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. വൈറ്റിന് ഇപ്പോൾ വേണമെങ്കിൽ ക്വീന് വെച്ച് ചെക്ക് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം. എന്നാൽ അപ്പോഴും ബ്ലാക്കിന് ബിഷപ്പ് വെച്ചോ ക്വീന് വെച്ചോ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന പൊസിഷനിൽ തന്നെ ആയിരിക്കും വൈറ്റിൻ്റെ കിങ് ഉണ്ടായിരിക്കുന്നത്. ആ പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ട് ആദ്യം കിങ്ങിനടുത്ത് മാറ്റാണ് കിങ്ങിനെ F4ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ വൈറ്റിൻ്റെ കിങ്ങും ക്വീനും റൂക്ക് വെച്ച് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഈ G3യിൽ ഒരു പോണുള്ളതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ റൂക്ക് വെച്ച് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ബ്ലാക്ക് ആദ്യം ആ പ്രശ്നം പരിഹരിക്കുകയാണ്. അതിനായിട്ട് ക്വീനെ H2ലേക്ക് കൊണ്ടുവന്ന് ആ പോണിനെ പിൻ ചെയ്യുന്നു. ഇപ്പോൾ ടൈം പ്രഷർ കാരണമാവും നാക്കാമുറ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഇപ്പോൾ ഇവിടെ ഉണ്ടെന്ന ക്വീൻ ഇങ്ങോട്ടേക്ക് മാറിയതോടെ ബ്ലാക്കിൻ്റെ ഈ ബിഷപ്പിന് സപ്പോർട്ടില്ലാതിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ തന്നെ റൂക്ക് വെച്ച് ബിഷപ്പിനോട്ട് എടുക്കുകയാണെങ്കിൽ ബ്ലാക്ക് റൂക്ക് വെച്ച് ചെക്ക് കൊടുക്കുമ്പോൾ വൈറ്റിന് ക്വീൻ നഷ്ടപ്പെടും. അതുകൊണ്ട് വൈറ്റ് ആദ്യം ക്വീനെ E5ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ഈ G5ൽ ഒരു പോണുള്ളതുകൊണ്ട് ബ്ലാക്കിന് പോൺ വെച്ച് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ബ്ലാക്ക് കിങ്ങിനെ G8ലേക്ക് മൂവ് ചെയ്യുന്നു. അതിനുശേഷം വൈറ്റ് റൂക്ക് വെച്ച് ബിഷപ്പിനോട്ട് എടുക്കുന്നു. ഇതോടെ ബ്ലാക്കിന് ഒരു ബിഷപ്പ് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ബ്ലാക്ക് ഇവിടെ അവസാനത്തെ ശ്രമം എന്ന നിലയ്ക്ക് ക്വീനെ G2ലേക്ക് കൊണ്ടുവന്ന് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് റൂക്കിനെ A1ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ മൂവ് വന്നതോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയായിരുന്നു. കാരണം ഇനി ആ റൂക്ക് A8ലേക്കൊന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആണ്. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് കുറച്ച് ചെക്കുകൾ കൊടുത്തു നോക്കാമെങ്കിലും അതൊന്നും സക്സസ് ആവില്ല. ഇനി എന്തെങ്കിലും ചെയ്താലും ഇവിടെ വളരെ വേഗത്തിൽ ഒരു ചെക്ക്മേറ്റ് സംഭവിക്കുമെന്ന് മനസ്സിലായിക്കൊണ്ടാണ് ഈ പൊസിഷനിൽ ബ്ലാക്ക് തോൽവി സമ്മതിച്ചത്. നോർവേ ചെസ്സിൽ 7 റൗണ്ടുകൾ കഴിയുമ്പോൾ ഫാബിയാനോ കരുവാന 12.5 പോയിന്റോടെ ഒന്നാമതും 11.5 പോയിന്റോടെ ഗുഗേഷ് രണ്ടാമതും 11 പോയിന്റുമായിട്ട് മാഗ്നസ് കാൾസൺ മൂന്നാമതുമാണ് ഉള്ളത്. പിന്നീട് 8.5 പോയിന്റുമായിട്ട് നാക്കാമോറ 4ാം സ്ഥാനത്തും അർജുൻ എർഗൈസി 5ാം സ്ഥാനത്തും VI 6ാം സ്ഥാനത്തുമാണ് ഉള്ളത്. ഇനി അടുത്ത റൗണ്ടിലെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.